ഹിന്ദുരക്ഷാ മമാദീക്ഷാ. നമസ്തേ. മിസ്റ്റർ വി.ഡി. സതീശൻ സർ, മന്ത്രി സജി ചെറിയാനെതിരെ കേസ് കൊടുത്ത പ്രത്യേക മതേതരത്വം ബാധിച്ചവരെ രണ്ടാമത്തെ ചിത്രം ഒന്ന് കണ്ടു. 1990 ജനുവരി 4 ജമ്മു കാശ്മീരിൽ നിന്നും പ്രസിദ്ധീകരിച്ച അൽ സഫ എന്ന ഉറുദു ന്യൂസ് പേപ്പറാണ്. അതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? ഹിന്ദുക്കൾ 2 ദിവസത്തിനുള്ളിൽ ഇവിടം വിട്ടു പോകണമെന്ന്. ആരുടെ പത്രമാണ്? ആരാണ് പറഞ്ഞതെന്നറിയാമോ സതീശൻ സർ? ദേ, നിങ്ങളുടെ കോൺഗ്രസ് പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗിന്റെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വെച്ച് തന്നെ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിച്ച് കൈകൊടുത്തു നിൽക്കുന്ന 5 എയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വെടിവെച്ചു കൊന്ന കൊടും തീവ്രവാദി യാസിൻ മാലിക്കിന്റെ പത്രം. നിങ്ങൾ കള്ളം എന്ന് പറയാൻ പോകുകയാണല്ലോ, അറിയാം. അതുകൊണ്ട് ആ ദിവസം കൂടി ഞാൻ പറഞ്ഞു തരാം. 2006 ഫെബ്രുവരി 17 വർഗീയതയ്ക്കെതിരെയായ പോരാട്ടത്തിൽ മുന്നിൽ നിന്ന് വെട്ടേറ്റാൽ വീരാളിപ്പട്ട് പുതച്ച് കിടക്കുമെന്ന് പറഞ്ഞ മിസ്റ്റർ സതീശൻ, താങ്കളോ താങ്കളുടെ നേതാക്കളോ അന്ന് 1990 ജനുവരി 19 കമ എന്നൊരക്ഷരം ഇണ്ടിയില്ല. 4 ലക്ഷത്തിലധികം ഹിന്ദുക്കൾ സ്വന്തം എന്നത് എല്ലാം ഉപേക്ഷിച്ച് വീട് വിട്ടോടി. അന്ന് ഒരുത്തനും വർഗീയതയാണെന്ന് പറഞ്ഞ് വെട്ടേൽക്കാനായി വന്നില്ല. മറിച്ച് ആ ഹിന്ദുവിനെ താഴ്വരയിൽ നിന്നും ഓടിച്ചവരെ വീരാളി പട്ടും പുതപ്പിച്ചു. യാസിൻ മാലിക്കിനെ പുതപ്പിച്ച് യൂത്ത് ഐക്കൺ എന്ന പദവി നൽകി ആദരിച്ചു. യെസ്, അങ്ങയുടെ നേതാക്കൾ കോൺഗ്രസുകാർ. ഇക്കാര്യമാണ് ബഹുമാനപ്പെട്ട നടേശൻ സാർ കേരളക്കാരോട് പറഞ്ഞത്. തീർന്നില്ല. 2025 ബീഹാറിൽ 202 സീറ്റ് കിട്ടിയത് എങ്ങനെയാണ് എന്ന് അത്ഭുതം കൊണ്ട് KC വേണുഗോപാലൻ സാർ. മലപ്പുറത്ത് 30 സീറ്റും ഒരു പ്രത്യേക സമുദായത്തിന് കിട്ടിയപ്പോൾ കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ ഒരു വീരാളിപ്പട്ടുമായി ചെന്ന് ചിലരെ പുതപ്പിക്കുന്ന കാഴ്ചയും നാം കണ്ടു. മുനമ്പത്ത് 640 കുടുംബങ്ങളെ വഴിയാധാരമാക്കാൻ ചിലർ ശ്രമിച്ചപ്പോൾ അവരെ പുതപ്പിക്കാനായി വി.ഡി. സതീശൻ സാർ വീരാളിപ്പട്ടിനായി ഓടി. കേരളമായി പുലബന്ധം പോലുമില്ലാത്ത ഗാസയ്ക്ക് വേണ്ടി തിരുവോണനാളിൽ കണ്ണൂരിലെ മാടായിപ്പാറ അശുദ്ധമാക്കിക്കൊണ്ട് ചിലർ പ്രകടനം നടത്തിയപ്പോഴും 3 അംഗങ്ങളുള്ള കൊച്ചിൻ കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം ചോദിച്ചപ്പോഴും 3ാമത്തെ പാർലമെന്റ് സീറ്റ് ചോദിച്ചപ്പോഴും രാജ്യസഭ MP സ്ഥാനം പിടിച്ചു വാങ്ങിയപ്പോഴും 5ാം മന്ത്രി ഉപമുഖ്യമന്ത്രി പദത്തിനായി അവകാശവാദങ്ങൾ ഉന്നയിച്ചപ്പോഴുമൊക്കെ അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടി വീരാളിപ്പട്ട് പുതച്ച് പഞ്ചപുച്ഛവും അടക്കി നിന്നു ഈ മഹാനായ സതീശൻ സർ. പ്രിയപ്പെട്ടവരെ, പിന്നിട്ട കാര്യങ്ങൾ മറക്കാതെ മുന്നോട്ടു പോയില്ലെങ്കിൽ ലെബനോൺ എന്ന രാജ്യത്തിന്റെ ഗതിയാകുമെന്ന് അറിയുക. 36 കൊല്ലങ്ങൾക്ക് മുൻപ് 1990 ജനുവരി 19 കാശ്മീരിലെ ഹിന്ദുക്കൾ ചെയ്ത തെറ്റെന്താണെന്നും അവർ സാഹോദര്യത്തിലും മതേതരത്വത്തിലും ചിന്തിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു. മറ്റുള്ളവരുടെ വളർച്ചയും അവരുടെ ജനസംഖ്യ വർധനവും തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയില്ലെന്ന് അവർ കരുതി. അവരുടെ കുട്ടികൾ ഒരുമിച്ച് കളിച്ചു. സ്ത്രീകൾ പരസ്പരം ഇടപഴകുകയും സംസാരിക്കുകയും ചെയ്തു. പുരുഷന്മാർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കുകയും ബിസിനസ് നടത്തുകയും ചെയ്തു. ഇന്ത്യയുടെ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും തങ്ങളുടെ കസാരകളിൽ ഇരിക്കെ ജനാധിപത്യം പരമോന്നതമായി വാഴുമെന്ന് അവർ കരുതി. ഒരു പ്രത്യേക സമുദായത്തിന്റെ മതസ്ഥാപനത്തിൽ നിന്നുള്ള ഒരൊറ്റ വിളി അവരുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. റാലിബ് ഗാലിബ് ചാലിബ്, മതം മാറും, വിട്ടുപോകൂ അല്ലെങ്കിൽ മരിക്കൂ. ആയിരങ്ങൾ തങ്ങളുടെ ബംഗ്ലാവുകളും വീടുകളും തഴച്ചു വളരുന്ന ആപ്പിൾ തോട്ടങ്ങളും ഉപേക്ഷിച്ച് പലായനം ചെയ്തു. ആയിരങ്ങൾ കൊല്ലപ്പെട്ടു. ആയിരങ്ങൾ ബലാത്സംഗം ചെയ്യപ്പെടുകയും മരണത്തിന് വിട്ടുകൊടുക്കുകയും ചെയ്തു. സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശൻ സാറും പറയുന്നത് ഇത്രയുള്ളൂ. കാശ്മീരിലെ 4 ലക്ഷം ഹിന്ദുക്കൾ പലായനം ചെയ്തപ്പോൾ കോൺഗ്രസിന്റെ ഇന്ത്യ പ്രധാനമന്ത്രി, കോൺഗ്രസിന്റെ ഇന്ത്യൻ പ്രസിഡന്റ്, ആഭ്യന്തരമന്ത്രി, പോലീസ്, പട്ടാളം, ഭരണയന്ത്ര ഉദ്യോഗസ്ഥർ എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ട് ആരെങ്കിലും പ്രതികരിച്ചോ? ഈ നടേശൻ പ്രതികരിച്ചോ? കാരണം ഹിന്ദുക്കൾ പല ജാതികളായി വിഭജിച്ചിരിക്കുന്നു. അവസാനമായി, ഒന്നിച്ചു നിന്നാൽ നന്മയുണ്ടാകും, ഒന്നു നിന്നാൽ ജീവിതം ഇനിയും ഉണ്ടാകും, ഒന്നിച്ചു നിന്നാൽ അഭിമാനത്തോടെ അന്തസ്സോടെ ജീവിക്കാം. നായരെന്നും നസ്രാണിയെന്നും ഈഴവനെന്നും പുലയനെന്നും ബ്രാഹ്മണനെന്നും പറഞ്ഞ് വി.ഡി. സതീശന്റെ കൂടെ നടന്നാൽ 1990 ജനുവരി 19 കാശ്മീർ ആവർത്തിക്കപ്പെടും. ഹിന്ദുരക്ഷാ